ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 6-ാം തീയതി. അപ്പോൾ ഇന്നലെ മാർച്ച് 5-ാം തീയതി നമുക്ക് മാർക്കറ്റ് നമ്മളെല്ലാവരും കണ്ടു കുറച്ച് മേലോട്ടായിരുന്നു, കുറച്ച് പോയിൻ്റൊക്കെ കയറി. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്കൊരു നല്ലൊരു ട്രേഡ് എടുക്കാൻ നോക്കാം. ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു, മാർക്കറ്റ് എങ്ങനെ പോകണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനിൽ ബൈ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ അതിന് നല്ലൊരു ടൈം നോക്കി വെയിറ്റ് ചെയ്യണം. അങ്ങനെ മാർക്കറ്റിൽ നല്ലൊരു അനുകൂലമായൊരു ടൈം കിട്ടുമ്പോൾ നമുക്കത് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് നിഫ്റ്റിയിലെ 22,400 ചാർട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ നമ്മൾ നമുക്ക് അടിയിൽ ടൈം നോക്കി അറിയാം, 9:30 അടുത്തു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റിൽ ടോട്ടലിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷനിൽ എങ്ങനെ നമുക്കൊരു ഇത് ബൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഒരു ലോട്ടാണ് എടുക്കുന്നത് ഇൻട്രാഡേയിൽ. ഞാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിലാണ്, ലിമിറ്റ് ഓർഡറിലല്ല, മാർക്കറ്റ് ഓർഡറിലാണ് ഇത് ചെയ്യുന്നത്. മാർക്കറ്റ് ഓർഡറിലാകുമ്പോൾ നമുക്ക് എന്താ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് വാല്യൂവിൽ ഇത് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ നമ്മുടെ ചാർട്ടിൽ ഒരു ട്രെൻഡ് ലൈനൊക്കെ വരച്ചൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പഠിച്ചുള്ള ചാർട്ടുകളുണ്ടല്ലോ, നമ്മൾ ഏകദേശം നമ്മളിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ചാർട്ട് മോഡൽ കിട്ടുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് ഈ നമ്മുടെ ഗ്രാഫ് ഇപ്പോൾ മേലോട്ട് തന്നെയാണ് ചാൻസ്. നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു, ഇതിനടിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. മേലോട്ടാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാമെന്ന് തോന്നണം. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് എങ്ങോട്ട് പോകണേ നോക്കി. ട്രെൻഡ് ലൈൻ്റെ മേലേക്കാണെങ്കിൽ ഒരു ലോട്ട് നമുക്കത് മേടിക്കാം. പിന്നെ നമ്മുടെ ചാർട്ടിൻ്റെ ഇത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരച്ചോണ്ടൊന്നും നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ പറ്റില്ല. മില്ലി സെക്കൻഡിൽ ഇത് ചേഞ്ച് ആവും. അപ്പോൾ അതൊന്നും നോക്കണ്ട നമ്മൾ. എന്നാലും നമ്മളൊരു ഏകദേശം ഒരു 60% നമുക്കൊരു ചാൻസ് ഉണ്ട് ഈ ട്രെൻഡ് ലൈനും അല്ലെങ്കിൽ ഇതൊക്കെ വരച്ചിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റും മേലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾ ഓപ്ഷൻ്റെ ചാർട്ട് കൂടി ഒന്ന് പോയി നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ട്രെൻഡിൻ്റെ എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് മനസ്സിലാവും. ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് നല്ലോണം ഗ്രാഫ് താഴോട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷനിൽ വരുമ്പോൾ മേലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടും ഒരേ ടൈമിലാണ്, എന്നാലും ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്. നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടും. നമുക്ക് അത് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടു, നമ്മൾ വരച്ച ട്രെൻഡ് ലൈൻ്റെ താഴെ നമുക്കൊരു താഴേക്കായിട്ടൊരു റെഡ് ക്യാൻഡിൽ രൂപപ്പെട്ടുണ്ടായിരുന്നു. അത് മാറി ഗ്രീൻ ക്യാൻഡിലായി. അതായത് ഇപ്പോൾ നല്ലൊരു ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ നല്ലൊരു ബൈയിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് മേലോട്ട് വന്നു, ഗ്രീൻ ക്യാൻഡിലായി, നല്ലൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഓർഡർ കൊടുക്കാം. ഇതിപ്പോൾ മാർക്കറ്റ് ഓർഡറിലാണ് കൊടുക്കുന്നത്. എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാർക്കറ്റ് ഓർഡർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വയലേറ്റ് ചെയ്ത് നിൽക്കുന്ന നേരത്ത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ചിലപ്പോൾ എക്സിക്യൂട്ട് ആവില്ല. അതാണ് ഞാനിപ്പോൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് എക്സിക്യൂട്ട് ആവും. നമ്മളൊന്നുകൂടി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുകയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേസ് ഓർഡർ കൊടുക്കണം. കൺഫർമേഷൻ കൊടുക്കണം. ഓർഡർ ഇത് അടിയിൽ നമ്മൾക്ക് ഇത് വന്ന് ഓർഡർ എക്സിക്യൂട്ട് ആയി. ഇപ്പോൾ നമ്മുടെ എല്ലാ ഓർഡർ എക്സിക്യൂട്ട് ആയി. നമുക്ക് ഏകദേശം ആവറേജ് കിട്ടിയത് 117.80 നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആയി കിട്ടിയില്ല. ഇത് ഒരു ഏകദേശം വിലയാണ്. 117.80 നമുക്ക് കിട്ടി. നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ടോട്ടൽ ഇപ്പോൾ മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. -9.8 അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷനിൽ കുറച്ച് ബൈ ചെയ്യാനാണ്. ഇവിടെ നമ്മുടെ ഗ്രാഫ് നോക്കി അറിയാം, ഇവിടെ ബൈ ഓർഡർ നന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രീൻ ലൈൻ്റെ അടിയിൽ ഇപ്പോൾ വോളിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീൻ ലൈൻസ് നല്ല ഹൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബൈയിങ് ഓർഡർ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റ് എന്തായാലും മേലോട്ട് പോകുന്ന തന്നെ വിചാരിക്കാം. മാർക്കറ്റ് നമ്മുടെ ഗ്രാഫ് ഇതിൽ എന്തായാലും മേലോട്ട് കയറും. നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ എക്സിറ്റിനുള്ള ഓർഡർ കൊടുക്കുന്ന മൊബൈലാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ മൊബൈൽ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ്, നമുക്ക് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. 1 minute. 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 1
ഞാനിപ്പോൾ എക്സിറ്റ് ചെയ്യാൻ ഓർഡർ ഞാൻ മൊബൈലിലാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാൻ പറ്റില്ല. മൊബൈലിൽ ഞാൻ കൊടുത്തു, നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടായി. അപ്പോൾ നമുക്കതിൽ നമ്മുടെ ഓർഡർ ബുക്കിൽ പോയിട്ട് നോക്കാം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കാം. ഇപ്പോൾ ചെയ്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ മാർക്കറ്റ് ഓർഡറിലാണ് എക്സിറ്റ് ചെയ്തുള്ളത്, ലിമിറ്റ് ഓർഡറല്ല. മാർക്കറ്റ് പിന്നെയും കയറാണ്, പക്ഷെ നമ്മളത് നോക്കില്ല. നമ്മുടെ ഒരു പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആകും. പിന്നെ നമ്മളത് മാർക്കറ്റ് പിന്നീട് കയറണമെന്ന് നമ്മൾ നോക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ഒരു 675 റുപ്പീസ് നമുക്ക് ഈ ഒരു ചെറിയൊരു ട്രേഡിൽ നമുക്ക് ലാഭം കിട്ടി. ഇനി നമുക്കൊരു ട്രേഡും കൂടി എടുത്ത് നോക്കാം. നമ്മൾ ആദ്യത്തെ ട്രേഡ് എടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഗ്രാഫും ഇതൊക്കെ നോക്കിയപ്പോൾ മാർക്കറ്റ് കുറച്ച് മേലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഗ്രാഫ് മേലോട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രേഡും കൂടി എടുക്കാൻ തോന്നുന്നു. പിന്നെ നമ്മൾ അധികം ട്രേഡ് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്, നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. അപ്പോൾ മാക്സിമം ട്രേഡ് ഒഴിവാക്കാം. നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്ത ട്രേഡ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്ന കാരണമാണ് നമ്മളൊരു ട്രേഡ് കൂടി എടുത്തത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചാൽ ഞാനിപ്പോൾ അടുത്ത എടുക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ചാർട്ട് കണ്ടറിയാം, ഞാൻ നിഫ്റ്റിയിൽ 22,350 എടുക്കുന്നത്. അപ്പോൾ മറ്റേതാകുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, നമുക്ക് അതിന് പ്രോഫിറ്റ് പെട്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചാർട്ട് എടുത്തിട്ട് ഇതിൽ നമുക്കൊന്ന് ഒരു പുട്ട് ഓപ്ഷൻ തന്നെ നമുക്ക് ബൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആ ഓർഡർ ബുക്ക് നമുക്ക് പെട്ടെന്ന് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ ചാർട്ടിൽ നമുക്കൊന്ന് ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു എങ്ങനെ മാർക്കറ്റ് എങ്ങനെ പോകണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ അടിയിൽ വരച്ച് സെറ്റ് ചെയ്യണം. നമുക്ക് അതിന് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഓർഡർ കൊടുക്കാമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ട്രെൻഡ് ലൈൻ കൂടി സെറ്റ് ചെയ്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നോക്കിയിട്ട് ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നുള്ളതൊരു തീരുമാനം എടുക്കാം. അപ്പോൾ മേലെ ഞാനൊരു ഇത് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഒരു ലൈൻ അടിയിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ലൈൻ ക്രോസ് ചെയ്ത് അടിയിലേക്കാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് ഇപ്പോൾ എടുക്കേണ്ടത്. അതിൻ്റെ മേലോട്ടാണ് പോകുന്നതെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനമാണ്.
ഇപ്പം നമ്മുടെ ഗ്രാഫ് നോക്കിയറിയാം, നമ്മൾ ട്രെൻഡ് ലൈൻ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാണ്. പുട്ട് ഓപ്ഷനിൽ മാർക്കറ്റ് ഓർഡറിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്ന ഈ ട്രെൻഡ് ലൈൻ ഇത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിലാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് പോണത് 92.25 95 അങ്ങനെയൊക്കെയാണ്. നമുക്ക് നമ്മൾ ട്രെൻഡ് ലൈൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 100 100 ക്രോസ് ചെയ്താൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് 100 ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ തന്നെ നമ്മളൊരു ഇത് പ്ലേസ് ചെയ്തു, ഓർഡർ പ്ലേസ് ചെയ്തു, കൺഫർമേഷൻ കൊടുത്തു, ഓർഡർ എക്സിക്യൂട്ടായി. മാർക്കറ്റ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മേലോട്ട് പോയി. ഇപ്പം നമുക്ക് ഓർഡർ ബുക്ക് നോക്കി അറിയാം നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം അതിൽ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഓർഡറിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടോട്ടൽ 1000-ൻ്റെ മേലെ നമുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ 2 ട്രേഡിലും കൂടി നമുക്കൊരു 1800 സംതിങ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമുക്കിത് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മൊബൈലിൽ ഇത് കൊടുത്തു, ഇത് ഓർഡർ എക്സിക്യൂട്ടായി, നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ